എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധിയുടെ 155ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളാൽ അടിയുറച്ചുള്ള ജീവിതചര്യയായിരുന്നു രാഷ്ട്രപിതാവിൻ്റെത് അഥവാ നമ്മുടെ ഗാന്ധിജിയുടേത്. തെളിമയും എളിമയുമുള്ള ജീവിതവും മൂർച്ചയേറിയ ദർശനവും നൽകിയാണ് മഹാത്മാവ് ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ഗുജറാത്തിലെ പോർബന്ദറിലെ കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധിയുടെയും ഭാര്യ പുത്ലിബായിയുടെയും 4 മക്കളിൽ ഇളയവനായിരുന്നു ഗാന്ധിജി. 1869 ഒക്ടോബർ 2 വൈശ്യ കുടുംബത്തിൽ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ ഓമന പേരാണ് മോനിയ. പോർബന്ദറിലെ ഒരു പ്രൈമറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. കണക്ക്, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭാഷകൾ എന്നിവയുടെ അടിസ്ഥാന കാര്യങ്ങൾ അവിടെ നിന്നും മനസ്സിലാക്കി. അതിനുശേഷം തന്റെ 11ാം വയസ്സിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ആൽഫ്രഡ് ഹൈസ്കൂളിൽ ചേർന്നു. പുസ്തകങ്ങളോടുള്ള താല്പര്യവും വായന ഒരു ശീലമാക്കിയതുമായ അദ്ദേഹം 1887 ബോംബെ സർവകലാശാലയിൽ നിന്നും മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. 1888 ഗുജറാത്തിലെ ഭാവ്നഗറിലെ സമൽദാസ് കോളേജിൽ ചേർന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്തുക്കളിൽ ഒരാളായ മാഗ്ജി ദേവ് ജോഷിയുടെ സഹായത്തോടെ അദ്ദേഹം ലണ്ടനിലെത്തി. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന അദ്ദേഹം 3 വർഷം കൊണ്ട് വിജയകരമായി നിയമബിരുദം പൂർത്തിയാക്കി. ഗാന്ധിജിയുടെ വിവാഹം നടന്നത് അദ്ദേഹത്തിന്റെ 13ാം വയസ്സിലായിരുന്നു. വധു കസ്തൂർബ ഗാന്ധി. അവർക്ക് 4 മക്കളുണ്ടായി. ഹരിലാൽ, മണിലാൽ, ദേവദാസ്, രാംദാസ് എന്നിവരായിരുന്നു അവർ. വിവാഹശേഷമാണ് കസ്തൂർബ ഗാന്ധി വായനയും എഴുത്തും പഠിക്കുന്നത്. പിന്നീട് ഇംഗ്ലീഷും പഠിച്ചു. ഗാന്ധിജി അഭിഭാഷകനായതിന് ഭാര്യയുടെ പിന്തുണയും പ്രയത്നവും ഏറെ സഹായിച്ചു. 1915 സബർമതി ആശ്രമം തുടങ്ങിയപ്പോൾ അടുക്കളയുടെ ചുമതല കസ്തൂർബ ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി തിരിച്ചു. വെറും 3 വർഷം കൊണ്ട് അദ്ദേഹം അവിടുത്തെ പരിശീലനം പൂർത്തിയാക്കി. എന്നിട്ട് ബാരിസ്റ്റർ നിയമ ബിരുദം. എന്നിട്ട് അദ്ദേഹം മുംബൈയിലെ രാജ്കോട്ട് കോടതിയിലെ അഭിഭാഷകനായി. 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അവിടെ അഭിഭാഷകനായി ജോലി ചെയ്തത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. വംശീയ വിവേചനത്തിനെതിരെ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ സംഭവം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നേരിട്ട സംഭവങ്ങളുടെ വെല്ലുവിളികളും പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകി. അവിടെ ചിലവഴിച്ച 21 വർഷക്കാലം സത്യാഗ്രഹത്തിന്റെ തത്വചിന്ത പ്രചരിപ്പിക്കാനും വർഗവംശീയ പ്രവർത്തനരഹിതമായി രാജ്യത്തെ നയിക്കാനും അദ്ദേഹത്തിനായി. 1914 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ബഹുമതികളും സമ്മാനങ്ങളും നൽകിയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിയെ യാത്രയാക്കിയത്. ഇന്ത്യയിലേക്കുള്ള വരവേൽപ്പും ഊഷ്മളമായിരുന്നു. പിന്നീട് അദ്ദേഹം ഗ്രാമങ്ങളിലെല്ലാം ചുറ്റി നടന്നു. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കാഴ്ചകളും അദ്ദേഹം മനസ്സിലാക്കി പഠിച്ചു. പിന്നീട് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കെതിരെ അത് നശിപ്പിക്കാനായി അഹമ്മദാബാദിൽ ഒരു പ്രസ്ഥാനം നിർമ്മിച്ചു. അതായിരുന്നു സത്യാഗ്രഹ ആശ്രമം. അദ്ദേഹം തന്റെ അനുയായികളെ അഹിംസയിലൂടെ സത്യാഗ്രഹത്തിന്റെ നിർദ്ദേശം നൽകി. ചമ്പാരൻ സത്യാഗ്രഹം. ഈ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യ സത്യാഗ്രഹം. ബീഹാറിലെ നീലം കൃഷിക്കാരുടെ കൃഷിയിളവിൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഗാന്ധിജി അന്ന് പ്രവർത്തിച്ചിരുന്നത്. 1917 നടന്ന ഈ സമരമാണ് ഗാന്ധിജിയെ കരുത്തുറ്റതാക്കിയത്. പിന്നീട് അദ്ദേഹം 1920 നിസ്സഹകരണ പ്രസ്ഥാനം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ഗാന്ധിജി 1920 ഓഗസ്റ്റ് 18 കേരളം സന്ദർശിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. അതിനുശേഷം അദ്ദേഹം 5ഓളം സന്ദർശനങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥമായിരുന്നു ആ വരവ്. അത് കഴിഞ്ഞ് അദ്ദേഹം ചൗരി ചൗര സംഭവത്തിലോട്ട് കടന്നു. ആ സംഭവമാണ് 1922 ഫെബ്രുവരി 5 നടന്നത്. ആ ഒരു സംഭവം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ പ്രേരിപ്പിച്ചു. ദണ്ഡി യാത്ര. അത് കഴിഞ്ഞ് 1930 മാർച്ച് 12 ഈ സംഭവം. ബ്രിട്ടീഷുകാർ ഉപ്പിനുമേൽ നികുതി ഏർപ്പെടുത്തി. പിന്നീട് ജനങ്ങൾക്ക് ഉപ്പിന്റെ ലഭ്യത കുറഞ്ഞു വന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായി
ഗാന്ധിജിയും അനുയായികളും ഒരുമിച്ചു ചേർന്നു. അവർ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറം വരെ കാൽനടയായി നടന്നു. പിന്നീട് തൻ്റെ മുഷ്ടിയിൽ അഥവാ ഗാന്ധിജിയുടെ കൈത്തണ്ടയിൽ ഉപ്പ് പിടിച്ച് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. അങ്ങനെ ഉപ്പ് നിയമ ലംഘനം ആക്ട് ഗാന്ധിജി തകർത്തു, അഥവാ അത് നശിപ്പിച്ചു. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ആ ഒരു പ്രസ്ഥാനം വഴി ഗാന്ധിജി സ്വാതന്ത്ര്യത്തിലോട്ടുള്ള വഴി തുറക്കാനുള്ള വാതിൽ കണ്ടുപിടിച്ചു. പിന്നീട് 1947 ഓഗസ്റ്റ് 15 ഗാന്ധിജിയുടെയും സമരനായകരുടെയും പ്രവർത്തനം, കഠിനാധ്വാനം മൂലം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ ഒരു സന്തോഷ നിമിഷം നമുക്കിപ്പോഴും ഓർക്കാം. അതിനു നായകനായിരുന്ന നമ്മുടെ ഗാന്ധിജിയെയും നമ്മൾ ഇപ്പോൾ സ്മരിക്കുന്നു. 1948 ജനുവരി 30 ആ സംഭവം നടന്നു. ബീഹാറിലെ ബിർള ഹൗസിൽ തൻ്റെ അനുയായികളോടൊപ്പം പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരുന്ന ഗാന്ധിജി മതഭ്രാന്തനായ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് വീരചരമം പ്രാപിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജനങ്ങളോട് ശാന്തത പാലിക്കാൻ പറയുകയും ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വിലഭയാത്രയായി യമുനാ നദിയുടെ തീരത്തെ ശ്മശാനമായ രാജ്ഘട്ടിലേക്ക് കൊണ്ടുപോയി. 10 ലക്ഷത്തോളം പേർ യാത്രയെ അനുഗമിച്ചു. ഘാതകനായ ഗോഡ്സെയെ പിന്നീട് തൂക്കിലേറ്റി. ഭാരതീയരായ നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഈ നിമിഷം ഞാൻ സ്മരിക്കുന്നു.